ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ തിയറി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് ജോയിൻ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഗ്യാസ് വെൽഡിംഗ് സംബന്ധിച്ചും ആർക്ക് വെൽഡിംഗ് സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ മുമ്പ് കുറേയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് നമ്മുടെ ബേസിക് വെൽഡിംഗ് ജോയിൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദ വേരിയസ് ബേസിക് വെൽഡിംഗ് ജോയിൻറ്റ്സ് ആർ ഷോൺ ഫിഗർ. നമുക്ക് ചിത്രം ശ്രദ്ധിക്കുക. പലതരത്തിലുള്ള വെൽഡിംഗ് ജോയിൻറ്റ്സ് നമുക്കിതിൽ കാണാൻ പറ്റും. ഏതൊക്കെയാണ് കാണാൻ പറ്റുന്നത്? ബഡ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഷീറ്റുകൾ തമ്മിൽ ചേർത്ത് വെച്ച് ചെയ്യുന്നത്. കോർണർ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ കോർണറുകൾ തമ്മിൽ മാത്രം ടച്ച് ചെയ്യുന്നത്. എഡ്ജ് ജോയിൻറ്റ്, എഡ്ജുകൾ തമ്മിൽ ടച്ച് ആവുന്നു. ലാപ്പ് ജോയിൻറ്റ്, ഒന്നിന് മുകളിൽ ഒന്ന് കയറ്റി വെച്ച് ചെയ്യുന്ന ലാപ്പ് ജോയിൻറ്റ്. ടി ജോയിൻറ്റ്, ടി ഒന്നിന് മുകളിൽ ഒന്ന് ക്രോസ് ആയിട്ട് വെച്ച് ടി ഷേപ്പ് വെച്ച് ചെയ്യുന്നതാണ് ടി ജോയിൻറ്റ്. ദി അബൌവ് ടൈപ്സ് ഓഫ് മീൻ ഓഫ് ഷേപ്പ് ഓഫ് ദ ജോയിൻറ്റ്, ദാറ്റ് ഈസ് ഹൗ ദ ജോയിനിങ് എഡ്ജസ് ഓഫ് ദ പാർട്സ് ആർ പ്ലേസ്ഡ് ടുഗദർ. അപ്പോൾ എങ്ങനെയാണ് ഈ ജോയിൻ ചെയ്ത പാർട്ടുകൾ തമ്മിൽ കൂട്ടി വെക്കുന്നത് എന്നതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അടുത്തതായിട്ട് ടൈപ്സ് ഓഫ് വെൽഡ്. ഏതൊക്കെ തരത്തിലുള്ള വെൽഡുകളാണ് സാധാരണ നമ്മൾ ചെയ്യാറ്? ദർ ആർ ടു ടൈപ്സ് ഓഫ് വെൽഡ്, ഗ്രൂവ് വെൽഡ് ഓർ ബഡ് വെൽഡ് ആൻഡ് ഫില്ലറ്റ് വെൽഡ്. രണ്ട് തരത്തിലാണ് പ്രധാനമായി ചെയ്യുന്നത്. സാധാരണ ഇത് രണ്ട് ഷീറ്റ് നമ്മൾ പ്ലേറ്റുകൾ തമ്മിൽ ചേർത്ത് വെച്ച് ചെയ്യുന്നത്, അത് നമ്മൾ ഗ്രൂവ് ഓർ ബഡ് വെൽഡ് എന്ന് പറയുന്നത്. ബഡ് വെൽഡ് ചേർത്ത് വെച്ച് ചെയ്യുന്നത്. എന്നാൽ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറ്റി വെച്ച് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത്. ഫില്ലറ്റ് വെൽഡ് എന്ന് പറയും. ഒന്നിന് മുകളിൽ ഒന്ന് കയറ്റി വെച്ച് ചെയ്യുന്നതാണ് ഫില്ലറ്റ് വെൽഡ്. ഇനി അടുത്ത് നോമൻക്ലേച്ചർ ഓഫ് ബട്ട് ആൻഡ് ഫില്ലറ്റ്. ഒരു ബട്ടും ഫില്ലറ്റും ഏത് വെൽഡ് ആയാലും അതിൻ്റെ വെൽഡിങ്ങിന് കുറേ ടേംസ് ഉണ്ട്. അതാണ് പറയാൻ പോകുന്നത്. വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് റൂട്ട് ഗ്യാപ്പ്. റൂട്ട് ഗ്യാപ്പ് എന്താണ്? റൂട്ട് ഗ്യാപ്പ് എന്നുള്ളത് സെൻട്രലിൽ ചിത്രത്തിൽ നിന്ന് കാണാൻ പറ്റും. റൂട്ട് ഗ്യാപ്പ് ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്സ് ടു ബി ജോയിൻറ്റ്. രണ്ട് പാർട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് അകലത്തിൽ വെക്കും, മുട്ടിച്ച് വെക്കാറില്ല. അങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെൽഡിങ് കറക്റ്റാവില്ല. കാരണം അതിൻ്റെ ഇടയിലേക്ക് ഫ്യൂസായിട്ടുള്ള മെറ്റൽ ഇറങ്ങില്ല. അതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാണ് സാധാരണ ഇതിൽ മെറ്റൽ വെക്കാറ്. അപ്പോൾ ഇങ്ങനെ ഈ ഗ്യാപ്പിനാണ് നമ്മൾ റൂട്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ഹീറ്റ് അഫക്റ്റഡ് സോൺ. മെറ്റലർജിക്കൽ പ്രോപ്പർട്ടീസ് ഹാവ് ബീൻ ചേഞ്ച്ഡ് ബൈ ദ വെൽഡിങ് ഹീറ്റ് അഡ്ജസൻറ്റ് ടു വെൽഡ്. അപ്പോൾ അതിൽ പറയുന്നത് ഹീറ്റ് അഫക്റ്റഡ് സോൺ. മുകളിലുള്ള കാണുന്ന ചിത്രം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നമ്മൾ എവിടെയാണോ വെൽഡ് ചെയ്യുന്നത്, വെൽഡ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള സൈഡ് അതേ ചൂട് ഏകദേശം വരും. ആ ചൂട് സ്വാഭാവികമായിട്ട് വരുമ്പോൾ അവിടെയുള്ള അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യും മെറ്റലിൻ്റെ. ആ ചേഞ്ച് ചെയ്ത ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് കളറിൽ അതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ലെഗ് ലെങ്ത്. The distance between the junction of the metals and the point where the weld metal touches the base metal stop. ഇപ്പോൾ ലെഗ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ജംഗ്ഷൻ, ഒരു വെൽഡ് ചെയ്യുമ്പോൾ രണ്ട് ഷീറ്റ് ഒന്നിന് മുകളിൽ ഒന്ന് കയറ്റി വെച്ച് ചെയ്യുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ടാവും. ആ ജംഗ്ഷനിൽ നിന്ന് വെൽഡിങ്ങിൻ്റെ ആ പോയിന്റിന് അറ്റം വരെയുള്ള അളവ്, അതാണ് ലെഗ് ലെങ്ത്. ചിത്രം ശ്രദ്ധിച്ച് നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ലെഗ് ലെങ്ത്തിനുള്ള ഏറ്റവും താഴെ ഇടതുവശത്തായിട്ട് ലെഗ് ലെങ്ത്ത് കാണിച്ചിട്ടുണ്ട്. ആ ജംഗ്ഷൻ മുതൽ വെൽഡിങ്ങിൻ്റെ അറ്റം വരെയുള്ള അളവ് താഴെ ഇടതുവശത്ത് കാണിച്ചിട്ടുണ്ട്. ലെഗ് ലെങ്ത്ത് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് പറയുന്നത് പാരൻ്റ് മെറ്റൽ. ദി മെറ്റീരിയൽ ഓർ ദ പാർട്ട് ടു ബി വെൽഡർ. നമ്മൾ ഏത് പാർട്ടാണോ വെൽഡ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ പാരൻ്റ് മെറ്റൽ എന്ന് പറയുക. ഇപ്പോൾ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ രണ്ട് പ്ലേറ്റിനെ നമ്മൾ പാരൻ്റ് മെറ്റൽ എന്ന് പറയുന്നു. ഏത് മെറ്റൽ ഉപയോഗിച്ചാണോ വെൽഡ് ചെയ്യുന്നത് അതിനെ നമ്മൾ വെൽഡ് മെറ്റൽ എന്ന് പറയുന്നു. ഇപ്പോൾ ഇലക്ട്രോഡ് ആണെങ്കിൽ MS ഇലക്ട്രോഡ് ആണെങ്കിൽ MS ഇലക്ട്രോഡ് ആണ് വെൽഡ് മെറ്റൽ. പാരൻ്റ് മെറ്റൽ ചിത്രത്തിൽ കാണുന്നുണ്ട്. ഏതാണോ വെൽഡ് ചെയ്യുന്നത് അതാണ് പാരൻ്റ് മെറ്റൽ. അടുത്തായിട്ട് പറയുന്നത് ഫ്യൂഷൻ പെനിട്രേഷൻ. ദി ഡെപ്ത് ഓഫ് ഫ്യൂഷൻ സോൺ ഇൻ ദ പാരൻ്റ് മെറ്റൽ. ഫ്യൂഷൻ പെനിട്രേഷൻ ചിത്രത്തിൽ താഴെ ഇടതുവശത്ത് കാണുന്നുണ്ട്. ഫ്യൂഷൻ പെനിട്രേഷൻ. ദ ഡെപ്ത് ഓഫ് ഫ്യൂഷൻ സോൺ പാരൻ്റ് മെറ്റൽ. ഈ പാരൻ്റ് മെറ്റൽ സ്വാഭാവികമായിട്ട്
ഒരു രണ്ട് ഷീറ്റുകൾ തമ്മിൽ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ വെൽഡ് ചെയ്യുമ്പോൾ വെൽഡ് മെറ്റൽ സ്വാഭാവികമായിട്ട് ഉരുകുമ്പോൾ അതിൻ്റെ പാരൻ്റ് മെറ്റലിൻ്റെ എന്ത് മെറ്റലാണോ വെൽഡ് ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് ഭാഗവും ഉരുകിപ്പോവും, ഫ്യൂസായി പോകും. ഈ അങ്ങനെ ഉരുകുന്നതാണ് നമ്മൾ ഫ്യൂഷൻ പെനിട്രേഷൻ എന്ന് പറയുന്നത്. എത്ര ഈ പാരൻ്റ് മെറ്റലിലേക്ക് ഇറങ്ങിപ്പോയി, അതാണ് ഫ്യൂഷൻ പെനിട്രേഷൻ എന്ന് പറയുന്നത്. ചിത്രം നോക്കി അറിയാൻ പറ്റും, ആ പാരൻ്റ് മെറ്റലിൻ്റെ ഉള്ളിലേക്കും കുറച്ച് പെനിട്രേഷൻ കാണിച്ചിട്ടുണ്ട്. അതാണ് ഫ്യൂഷൻ പെനിട്രേഷൻ. അടുത്തതായിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ്. മെറ്റൽ ഡിപ്പോസിറ്റഡ് ഓൺ ദ സർഫസ് ഓഫ് ദി പാരൻ്റ് മെറ്റൽ ഓർ ദി എക്സസ് മെറ്റൽ ഓവർ ദി ജോയിനിങ് ടു ടോസ്. റീഇൻഫോഴ്സ്മെൻറ്റ്, ഒരു മെറ്റൽ നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റലിൻ്റെ മുകളിൽ കുറച്ച് ഭാഗം തള്ളി നിൽക്കും, ആ വെൽഡ് പോർഷൻ. ആ ഒരു എക്സസ് മെറ്റലിനാണ് നമ്മൾ സാധാരണ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, റീഇൻഫോഴ്സ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. മുകളിൽ വലതുവശത്തായിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. എത്ര വെൽഡഡ് മെറ്റൽ തള്ളി നിൽക്കുന്നുണ്ടോ അതാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. അടുത്ത ശ്രദ്ധിക്കുക, റൂട്ട്. ദി പാർട്സ് ടു ബി ജോയിൻഡ് ദാറ്റ് ആർ നിയറസ്റ്റ് ടുഗദർ. റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിനടി നമ്മൾ ഏറ്റവും താഴെ ഒരു ഷീറ്റ് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ അതിൻ്റെ തമ്മിൽ എത്ര അടുത്ത് നിൽക്കുന്നുണ്ട് അതിനാണ് നമ്മൾ റൂട്ട് എന്ന് പറയുക. ഏറ്റവും അടിയിലുള്ള ഭാഗം. താഴെ റൂട്ട് ഫേസ്. ദി സർഫസ് ഫോംഡ് ബൈ സ്ക്വയറിംഗ് ഓഫ് ദ റൂട്ട് എഡ്ജ് ഓഫ് ദ ഫ്യൂഷൻ ഫേസ് ടു അവോയ്ഡ് ഷാർപ്പ് എഡ്ജ് അറ്റ് ദി റൂട്ട്. അപ്പോൾ റൂട്ടിൽ ഷാർപ്പ് എഡ്ജ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഇതിന് മുകളിൽ കുറച്ച് ചെരിച്ച് കൊടുക്കും. അവിടെയാണ് സാധാരണ വെൽഡ് ചെയ്യൽ. ഈ വെൽഡ് ചെയ്ത് ആ ചെരിച്ച് കൊടുക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ റൂട്ട് ഫേസ് എന്ന് പറയൽ. ആ ചിത്രം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. റൂട്ട് ഫേസ് എന്ന് പറഞ്ഞാൽ ആ ചേർന്ന് നിൽക്കുന്ന താഴെയുള്ള ഭാഗം, എല്ലാ ഭാഗവും ചെരിച്ച് കൊടുക്കില്ല. അടിഭാഗം കുറച്ച് അതേ ലെവലിൽ നിലനിർത്തും, മുകളിൽ കുറച്ച് ചെരിച്ച് കൊടുക്കും. ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ റൂട്ട് ഫേസ് എന്ന് പറയുന്നത്. അടുത്തത് റൂട്ട് റൺ. ദ ഫസ്റ്റ് റൺ ഡെപ്പോസിറ്റ് ഓൺ ദ റൂട്ട് ഓഫ് ദി ജോയിൻറ്റ്. ഇതറിയാം, ഇപ്പം നമ്മളൊരു ഗ്യാപ്പാണെങ്കിൽ അത് 2 or 3 റീച്ചായിട്ടാണ് സാറ് ഇതിൽ വെൽഡ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം വെൽഡ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള സ്ലാഗ് ഒഴിവാക്കി രണ്ടാമതിന് മുകളിൽ വെൽഡ് ചെയ്യുന്നു. അങ്ങനെ ആ താഴെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഏറ്റവും താഴെ കാണുന്ന ഒരു 1 ഏറ്റവും ആദ്യം വെൽഡ് ചെയ്യുന്നത്, അതാണ് റൂട്ട് റൺ എന്ന് പറഞ്ഞത്. റൂട്ട് റൺ ഫസ്റ്റ് വെൽഡ് ചെയ്യുന്നത്, ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിന് മുകളിൽ രണ്ടാമത്തെ റൺ കാണിച്ചിട്ടുണ്ട്, 2 എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ 3 എന്നുള്ള നമ്പർ കാണിച്ചിട്ടുണ്ട്. അതാണ് റൂട്ട് റൺ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് റൂട്ട് പെനിട്രേഷൻ. റൂട്ട് പെനിട്രേഷൻ. ഇറ്റ് ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് ദ റൂട്ട് റൺ അറ്റ് ദി ബോട്ടം ഓഫ് ദി ജോയിൻറ്റ്. നമ്മുടെ റൂട്ട് അടിഭാഗത്ത് വെൽഡ് ചെയ്യുമ്പം അതിൻ്റെ അടിഭാഗത്തേക്ക് വെൽഡ് ഭാഗം കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കും. ഇതിനാണ് റൂട്ട് പെനിട്രേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് മുകളിൽ കാണുന്ന ചിത്രത്തിൻ്റെ അടിഭാഗം ശ്രദ്ധിക്കുക, അടിയിലേക്ക് കുറച്ച് തള്ളി നിൽക്കുന്നുണ്ട്. ഇതിനാണ് നമ്മൾ റൂട്ട് പെനിട്രേഷൻ എന്ന് പറയുന്നത്. ദി മെറ്റൽ ഡെപ്പോസിറ്റഡ് ഡ്യൂറിങ് 1 പാസ്. അടുത്ത പറയാൻ പോകുന്നത് റണ്ണാണ്. റൺ നമുക്ക് സാധാരണഗതിയിൽ മെറ്റൽ ഓരോ റണ്ണായിട്ട് ചെയ്യും. റൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ചെയ്തു, അതിൻ്റെ മുകളിൽ പിന്നെ ചെയ്തു, അതിൻ്റെ മുകളിൽ പിന്നെ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഫസ്റ്റ് റൺ എന്ന് പറയുന്നു, സെക്കൻഡിന് മുകളിൽ ചെയ്യുന്നതിന് സെക്കൻഡ് റൺ എന്ന് പറയുന്നു. അപ്പോൾ റൺ എന്ന് കോമൺ ആയിട്ട് പറയുന്നത് ദി മെറ്റൽ ഡെപ്പോസിറ്റഡ് ഡ്യൂറിങ് 1 പാസ്. ദി സെക്കൻഡ് റൺ ഈസ് മാർക്ക്ഡ് ആസ് 2 വിച്ച് ഈസ് ഡെപ്പോസിറ്റ് ഓവർ ദ റൂട്ട് റൺ. അപ്പോൾ നമുക്ക് ഓരോ റണ്ണായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഏറ്റവും അടിയിൽ ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ഫസ്റ്റ് റണ്ണാണ്. അപ്പോൾ ഒരു പ്രാവശ്യം വെൽഡിങ് റോഡ് നീങ്ങുമ്പോൾ എത്ര മെറ്റൽ അതിലേക്ക് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്, അതാണ് ഫസ്റ്റ് റൺ. അതിന് മുകളിൽ പിന്നെ ചെയ്യുമ്പോൾ സെക്കൻഡ് റണ്ണായിട്ട് മാറി. ഓക്കെ, ഇനി അടുത്തത് സീലിംഗ് റൺ. എ സ്മാൾ വെൽഡ് ഡെപ്പോസിറ്റഡ് ഓൺ ദ റൂട്ട് സൈഡ് ഓഫ് ദി ബട്ട് ഓർ കോർണർ ജോയിൻറ്റ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദി വെൽഡ് ജോയിൻറ്റ്. അപ്പം ഇത് വെൽഡ് ജോയിൻറ്റ് കംപ്ലീഷൻ ആയ ശേഷം അടിയിൽ ഗ്യാപ്പ് ഉണ്ട്, നമ്മൾ ചെറുതായിട്ട് സീൽ ചെയ്യാൻ വേണ്ടി ചെറിയ റണ്ണാട് കൊടുക്കും പുറകുവശത്ത്. അതാണ് സീലിംഗ് റൺ എന്ന് പറയാം. ആ ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സീലിംഗ് റണ്ണ് കാണാൻ പറ്റും. ഇതിൻ്റെ വെൽഡിൻ്റെ അടിയിലായിട്ട് കൊടുക്കുന്ന ചെറിയ ഒരു പാസ്, അതാണ് സീലിംഗ് റൺ എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുക്കുന്നതാണ്. അടുത്തായിട്ട് പറയുന്നത് ബാക്കിംഗ് റണ്ണാണ്. ബാക്കിംഗ് റൺ. A small weld deposited on the root side of the butt or corner joint. ബാക്കിംഗ് റൺ. ഇപ്പം എന്താണ് ബാക്കിംഗ് റൺ എന്ന് നോക്കാം. എ സ്മാൾ വെൽഡ് ഡെപ്പോസിറ്റ് ഇൻ ദ റൂട്ട് സൈഡ് ഓഫ് ദി ബട്ട് കോർണർ ജോയിന്റ്. നമ്മൾ വെൽഡ് ചെയ്തതിനു ശേഷം കൊടുക്കുന്ന ചെറിയൊരു പോയിന്റ്, അതാണ് ബാക്കിംഗ് റൺ എന്നുള്ളത്. ചിത്രം നോക്കിയാൽ ബാക്കിംഗ് റൺ എന്ന് കാണാൻ പറ്റും. അടുത്തത് പറയുന്നത് ത്രോട്ട് തിക്നെസ്. ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജംഗ്ഷൻ ഓഫ് ദി മെറ്റൽസ്
ആൻഡ് ദി മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ ജോയിനിങ് ടു ടോസ്. ഈ എന്താണ് ടോസ് എന്ന് പറഞ്ഞാൽ, ഒരു വെൽഡ് ചെയ്യുമ്പോൾ രണ്ട് അറ്റം വരെ നമ്മൾ തള്ളി നിൽക്കും. ഒരു ഒരു എൽ ഷേപ്പിലുള്ള ഒരു മെറ്റാണ് വെൽഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ രണ്ട് ഭാഗത്തെ വെച്ച് മറ്റേ തള്ളി നിൽക്കും. ഈ തള്ളി നിൽക്കുന്ന അറ്റത്തിനാണ് നമ്മൾ ടോ എന്ന് പറയാം. അപ്പോൾ ത്രോട്ട് തിക്നെസ് ശ്രദ്ധിക്കുക. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജംഗ്ഷൻ ഓഫ് ദി മെറ്റൽസ് ആൻഡ് ദി മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ. താഴെ കാണുന്ന ചിത്രം ശ്രദ്ധിക്കുക. അതിൽ ആക്ച്വൽ ത്രോട്ട് തിക്നെസ് കാണിച്ചിട്ടുണ്ട്. ആ രണ്ട് പ്ലേറ്റ് തമ്മിൽ വെൽഡ് ചെയ്യുമ്പം അതിൻ്റെ കോർണറിലൊരു പോയിന്റിൽ നിന്ന് ആ വെൽഡിൻ്റെ ഫേസിലേക്കുള്ള ഒരു അളവ് എത്ര കട്ടിയിൽ വെൽഡ് ചെയ്യുന്നുണ്ട്, അതിനാണ് നമ്മൾ ടോ ഓഫ് വെൽഡ് എന്ന് പറയുന്നത്. ത്രോട്ട് തിക്നെസ് പറയുന്നത്. ആക്ച്വൽ ത്രോട്ട് തിക്നെസ് അതിൽ കാണിച്ചിട്ടുണ്ട്. അടുത്തത് ടോ ഓഫ് വെൽഡ്. ദ പോയിന്റ് വേർ ദി വെൽഡ് ഫേസ് ജോയിൻസ് അറ്റ് ദി പാരന്റ് മെറ്റൽ. ടോ എന്ന് പറഞ്ഞാൽ വെൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ വെൽഡിങ്ങിൻ്റെ അറ്റം പാരന്റ് മെറ്റലിൽ എവിടെ വരെ എത്തി, അതാണ് ടോ എന്ന് പറയുന്നത്. ആ എത്തിയ ഒരു പോയിന്റിനാണ് നമ്മൾ ടോ എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് വെൽഡ് ഫേസ്. ദി സർഫസ് സീൻ ഫ്രം ദ സൈഡ് ഫ്രം വിച്ച് ദ വെൽഡ് ആസ് മെയ്ഡ്. വെൽഡ് ഫേസ്, ആ മുകളിൽ തള്ളി നിൽക്കുന്ന ഭാഗം. സർഫസ് വെൽഡ് സീൻ ഫ്രം ദ സൈഡ് വിച്ച് ഈസ് വെൽഡ് ആസ് മെയ്ഡ്. വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ തള്ളി നിൽക്കുന്ന ഭാഗത്താണ് വെൽഡ് ഫേസ് എന്ന് പറയുക. ആ മുകളിൽ കാണുന്ന ചിത്രത്തിൻ്റെ സെൻട്രലായിട്ട് വെൽഡ് ഫേസ് നമുക്ക് കാണാൻ പറ്റും. അടുത്ത് വെൽഡ് ജംഗ്ഷൻ. ദി ബൗണ്ടറി ബിറ്റ്വീൻ ദ ഫ്യൂഷൻ സോൺ ആൻഡ് ദി ഹീറ്റ് എഫക്ട് സോൺ. വെൽഡ് ചെയ്യുമ്പോൾ എത്ര വരെ വെൽഡ് എത്തി, അതിൻ്റെ ഒരു ബൗണ്ടറി ഉണ്ടാവും. ആ പാരന്റ് മെറ്റലിൽ ടച്ച് ചെയ്തൊക്കെ ഭാഗം. ഈ ഒരു ബൗണ്ടറിയാണ് ഫ്യൂഷൻ സോണും ഹീറ്റ് അഫക്റ്റഡ് സോണും. ഫ്യൂഷൻ സോൺ എന്ന് പറഞ്ഞാൽ ഉരുകിയ ഭാഗം. അത് ഉരുകിയ ഭാഗമാകുമ്പം വെൽഡ് മെറ്റലും അതിൻ്റെ പാരന്റ് മെറ്റലിൻ്റെ കുറച്ച് ഭാഗവും ഉരുകിപ്പോവും. അതിനുശേഷം അതിന് ചൂട് ഉരുകാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്, അവിടെ ചൂട് പറ്റിയ ഭാഗമായിരിക്കും. അതാണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ. ഇത് തമ്മിലുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. ഈ ബൗണ്ടറിക്കാണ് വെൽഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൽ വെൽഡ് ജംഗ്ഷൻ അതിൽ കാണിച്ചിട്ടുണ്ട്. താഴെ ചിത്രത്തിൽ ഇടതുവശത്ത് ശ്രദ്ധിക്കുക. വെൽഡ് ജംഗ്ഷൻ കാണിച്ചിട്ടുണ്ട്. ഈ പാരന്റ് മെറ്റലിൻ്റെ സൈഡും അതിൻ്റെ ഉരുകിയ ഭാഗം തമ്മിലുള്ള വ്യത്യാസം, അതാണ് വെൽഡ് ജംഗ്ഷൻ. അടുത്തതായിട്ട് ഫ്യൂഷൻ ഫേസ്. ഫ്യൂഷൻ ഫേസ്, ദി പോർഷൻ ഓഫ് ദ സർഫസ് വിച്ച് ഈസ് ടു ബി ഫ്യൂസ്ഡ് ഓൺ മേക്കിംഗ് എ വെൽഡ്. ഒരു വെൽഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം വെൽഡ് ചെയ്യാൻ വേണ്ടി കുറേ പോർഷനൊക്കെ ഉരുകിപ്പോവും. ആ ഉരുകിയ ഭാഗത്തിനാണ് നമ്മൾ ഫ്യൂഷൻ ഫേസ് എന്ന് പറയാം. ഇപ്പോൾ ആ ചിത്രത്തിന് താഴത്തെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഫ്യൂഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ആ പാരന്റ് മെറ്റലിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഇതിൻ്റെ കൂടെ മെൽറ്റായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ ഫ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വെൽഡിങ് ടേംസിനെ കുറിച്ചായിരുന്നു. ഒരു വെൽഡഡ് ജോയിൻസിൻ്റെ ടേംസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അടുത്ത് പറയാൻ പോകുന്നത് റൂട്ട് ഗ്യാപ്പിനെ കുറിച്ചാണ്. റൂട്ട് ഗ്യാപ്പ്. അപ്പോൾ എന്താണ് ഗ്യാപ്പ് എന്ന് നോക്കാം. റൂട്ട് ഗ്യാപ്പ് ഓർ റൂട്ട് ഓപ്പണിംഗ് ഇൻ വെൽഡിങ് ജോയിൻസ് പറയാൻ പോകുന്നത്. ബിഫോർ വെൽഡിങ് ദി ജോയിനിങ് പാർട്സ് ഓഫ് ദി അസംബ്ലി ആർ കെപ്റ്റ് അപ്പാർട്ട് ഫോർ സം സ്പെസിഫിക് ഡിസ്റ്റൻസ്. ദ ഡിസ്റ്റൻസ് ഈസ് കാൾഡ് റൂട്ട് ഗ്യാപ്പ് ഓർ റൂട്ട് ഓപ്പണിംഗ്. അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് പീസ് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പിലാണ് നിർത്തുന്നത്. ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും വെൽഡിങ് ഉരുകി ഇറങ്ങാനുള്ള ഒരു ഗ്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പിനാണ് നമ്മൾ സാധാരണഗതിയിൽ റൂട്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആ ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾ റൂട്ട് ഗ്യാപ്പ് കാണാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് പർപ്പസ് ഓഫ് റൂട്ട് ഗ്യാപ്പ്. ദ പർപ്പസ് ഓഫ് ഈസ് ടു ഒബ്റ്റെയിൻ ദ റിക്വയർഡ് ഡെപ്ത് ഓഫ് ഫ്യൂഷൻ ഓർ കംപ്ലീറ്റ് പെനിട്രേഷൻ ടു ദി എൻറ്റയർ ഡെപ്ത് ഓഫ് ദി ജോയിൻറ്റ് ഡ്യൂറിങ് വെൽഡിങ്. അപ്പോൾ എന്തിനാണ് നമ്മൾ റൂട്ട് ഗ്യാപ്പ് കൊടുക്കുന്നത്? അത് ഫ്യൂസ് ചെയ്യുമ്പോൾ ഒഴുകി എത്തുമ്പോൾ അത് ശരിക്ക് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ട് ഗ്യാപ്പ് കൊടുക്കുന്നത്. ചിത്രം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഫസ്റ്റ് വിത്തൗട്ട് ഗ്യാപ്പ് നമ്മൾ ഒരു 50% ഗ്യാപ്പേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഉരുകി താഴേക്ക് ഇറങ്ങുന്നില്ല, പകുതി എത്തി ഇറങ്ങുന്നുള്ളൂ. എന്നാൽ രണ്ടാമത്തത് ഗ്യാപ്പ് ഫുള്ള് കൊടുത്തത് കൊണ്ട് അടിയിലേക്ക് വരെ ഫ്യൂഷൻ ഇറങ്ങിക്കഴിഞ്ഞു വെൽഡ് മെറ്റൽ. അതോടൊപ്പം അതിന് സ്ട്രെങ്ത്തും കൂടും. അതാണ് ഇതിൻ്റെ പർപ്പസായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം ദ പർപ്പസ് ഈസ് ടു ഒബ്റ്റെയിൻ ദ റിക്വയർഡ് ഡെപ്ത് ഓഫ് ഫ്യൂഷൻ ഓർ കംപ്ലീറ്റ് പെനിട്രേഷൻ ടു ദി എൻറ്റയർ ഡെപ്ത് ഓഫ് ദി ജോയിൻറ്റ് ഡ്യൂറിങ് വെൽഡിങ്.
വെൽഡ് ചെയ്യുമ്പോൾ അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ ഉരുകിയ മെറ്റൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അടുത്ത ടാക്ക് വെൽസ്. എന്താണ് ടാക്ക് വെൽഡ്? വെൽഡ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ടാക്ക് ചെയ്യാറുണ്ട്. ആ ചിത്രത്തിൽ നോക്കി അറിയാൻ പറ്റും. ആ രണ്ട് അറ്റത്ത് ആദ്യം ചെറിയൊരു സ്പോട്ട് വെൽഡ് കൊടുക്കുന്നു. അതിനുശേഷം ആണ് നമ്മൾ സാധാരണ രീതിയിൽ വെൽഡിങ് തുടങ്ങുന്നത്. എന്താണ് ടാക്ക് വെൽഡ് എന്ന് പറയുന്നത്? എ ടാക്ക് വെൽഡ് ഈസ് എ ഷോർട്ട് വെൽഡ് യൂസ്ഡ് ടു ഹെൽപ്പ് അസംബ്ലി ആൻഡ് ടു മെയിൻറ്റെയിൻ ദ പൊസിഷൻ ഓഫ് ദി പാർട്സ് ഡ്യൂറിങ് വെൽഡിങ്. അപ്പോൾ എന്താണ് ടാക്ക് വെൽഡ് നോക്കാം. അപ്പോൾ ടാക്ക് വെൽഡ് പറഞ്ഞാൽ ഷോർട്ട് വെൽഡാണ്, വളരെ ചെറിയൊരു പോയിന്റ് വെൽഡാണ്. അത് നമുക്ക് അസംബ്ലി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഉദാഹരണമായിട്ട് 2-3 പാർട്ടുകൾ നമുക്ക് മുകളിൽ ചിത്രം ശ്രദ്ധിക്കുക. 3 പ്ലേറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാണ്. അപ്പോൾ 3 പ്ലേറ്റുകൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പം അതിൻ്റെ 90 ഡിഗ്രി ഒക്കെ ചെക്ക് ചെയ്യണം. നമ്മൾ ആദ്യം ഓരോ ടാക്ക് അടിച്ചതിന് ശേഷം അതിന് അളവ് കറക്റ്റാണോ നോക്കും. അളവ് കറക്റ്റില്ലെങ്കിൽ നമുക്ക് ആ ടാക്ക് വീണ്ടും പൊട്ടിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് വെൽഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കറക്റ്റ് അളവൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ടാക്ക് വെൽസ് ഷുഡ് ബി ബിറ്റ്വീൻ 3 and 4 times ഓഫ് ദി പ്ലേറ്റ് തിക്നെസ് അപ് ടു മാക്സിമം ലെങ്ത് ഓഫ് 35 mm അറ്റ് ദി എൻഡ് ഓഫ് ദ ജോയിൻറ്റ്. ഒരു ടാക്ക് വെൽഡ് സാധാരണയായിട്ട് ആ ഷീറ്റ് തിക്നെസ്സിൻ്റെ 3-4 ഇരട്ടി നീളത്തിലാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു എൻഡിൽ നിന്നും ഒരു മാക്സിമം 35 mm ലെങ്ത്തിന് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഫോർ ഇൻ്റർമീഡിയറ്റ് ടാക്ക് വെൽസ് ദി ലെങ്ത് ഷുഡ് ബി ബിറ്റ്വീൻ 2 and 3 times ഓഫ് ദി പ്ലേറ്റ് തിക്നെസ് അപ് ടു മാക്സിമം ലെങ്ത് ഓഫ് 35 mm. ഇനി അതിൽ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന ടാക്ക് ആയാലും അത് പ്ലേറ്റ് തിക്നെസ്സിന് 2-3 ഇരട്ടിയാണ് അളവിലാണ് ചെയ്യാറ്. മാക്സിമം 35 mm ലെങ്ത്തിന് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഓക്കെ, നമ്മൾ ടാക്ക് വെൽഡ് ചിത്രം കാണിച്ചിട്ട് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് പർപ്പസ് എന്തിനാണ് ചെയ്യുന്നത് പറയാൻ വേണ്ടി. ടു മെയിൻറ്റെയിൻ റൂട്ട് ഗ്യാപ്പ് ആൻഡ് അലൈൻമെൻറ്റ് ഓഫ് ദ അസംബ്ലി പാർട്സ് ആൻഡ് ഫോർ കൺട്രോളിങ് ദ ഡിസ്റ്റോർഷൻ ഡ്യൂറിങ് വെൽഡിങ് ടാക്കിംഗ് ഈസ് നെസസറി. നമുക്ക് ഒരു 2 മെറ്റൽ തമ്മിൽ ജോയിൻ ചെയ്യുമ്പം ചെറിയൊരു ഗ്യാപ്പ് ഇടാറുണ്ട്. ഈ ഗ്യാപ്പ് കറക്റ്റായി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ടാക്ക് അടിക്കുന്നു, ഗ്യാപ്പിൽ വെച്ച് ടാക്ക് അടിക്കുന്നു. അതുപോലെ ടാക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് വെൽഡ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ചൂട് മൂലം മറുഭാഗത്തൊക്കെ ചെറുതായിട്ട് വെൽഡ് വളഞ്ഞു കിടക്കുന്നുണ്ട്. ആ വെൽഡിന് ചെയ്യുന്ന പ്ലേറ്റുകളൊക്കെ വളഞ്ഞു കിടക്കുന്നുണ്ടാവും. ഡിസ്റ്റോർഷൻ സംഭവിക്കും. അങ്ങനെ ഡിസ്റ്റോർഷൻ സംഭവിക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ടാക്ക് സാധാരണ ചെയ്യുന്നുണ്ട്. ടാക്ക് വെൽഡ്സ് ആർ ഡൺ ഓൺ ദ റിയർ സൈഡ് ഓഫ് ദി ജോയിൻറ്റ് ആൻഡ് നോട്ട് ഓൺ ദ വെൽഡ് സൈഡ്. സാധാരണ രീതിയിൽ ഇതിൻ്റെ പുറകുവശത്താണ് നമ്മൾ ടാക്ക് ചെയ്യാൽ. വെൽഡ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സാധാരണ രീതിയിൽ ടാക്ക് ചെയ്യാറ്. നമുക്ക് ഹൈറ്റൊക്കെ അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് കീ ഹോൾ ഡ്യൂറിങ് വെൽഡിങ്. ഒരു വെൽഡ് ചെയ്യുമ്പോൾ സാധാരണ ചെറിയൊരു ഹോൾസ് കൊടുക്കാറുണ്ട്, ചെറിയൊരു ഹോൾ. അതെന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. കീ ഹോൾ ഈസ് വൺ ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് വെൽഡിംഗ് ടെക്നിക്ക് വൈൽ വെൽഡിംഗ് സിംഗിൾ റൺ വെൽഡ് കോർണർ ആൻഡ് ബട്ട് എ റൂട്ട് റൺ ഓൺ ദ കോർണർ ആൻഡ് വി ഗ്രൂവ് വെൽഡ്. ഈ വി ഗ്രൂവ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു ഹോൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് എത്ര മെൽറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. അതാണ് കീ ഹോൾ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് എ ലിറ്റിൽ ഹോൾ ലൈക്ക് എ കീ ഹോൾ അറ്റ് ദി ലീഡിങ് എഡ്ജ് ഓഫ് ദ ക്രാച്ചർ റൈറ്റ് അറ്റ് ദ ടിപ്പ് ഓഫ് ദി ഇലക്ട്രോൺ. ആ ഇലക്ട്രോണിൻ്റെ ടിപ്പിലെ കറക്റ്റ് ഹോളിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഹോൾ ചെയ്യും. അപ്പോൾ നമുക്ക് കറക്റ്റ് എത്ര ഫ്യൂസ് ഇറങ്ങുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. അതാണ് കീ ഹോൾ വെൽഡിങ്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് എഡ്ജ് പ്രിപ്പറേഷൻ. അപ്പോൾ എന്താണ് എഡ്ജ് പ്രിപ്പറേഷൻ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വെൽഡ് ചെയ്യാൻ വേണ്ടി സാധാരണഗതിയിൽ 2 ഷീറ്റ് തമ്മിൽ മുട്ടിച്ച് വെക്കാറില്ല, ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കും. ആ ഗ്യാപ്പ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു പ്ലേറ്റ് കുറച്ച് കനമുള്ള പ്ലേറ്റ് ആണെങ്കിൽ അതിൻ്റെ അറ്റം കുറേ ചെരിച്ചിട്ടൊക്കെ കൊടുക്കും. അങ്ങനെ പല രൂപത്തിൽ ഒന്നുകിൽ ഒരു ഭാഗം മാത്രം ചെരിക്കും, അല്ലെങ്കിൽ 2 ഭാഗം ചെരിക്കും. ആ ചെരിക്കുന്നതിൻ്റെ വി ഷേപ്പ് ചെരിക്കും, ജെ ഷേപ്പ് ചെരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു കറക്റ്റായിട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ എഡ്ജ് ചെറുതായിട്ട് ബെവലൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രക്രിയക്കാണ് നമ്മൾ എഡ്ജ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നെസസിറ്റി ഓഫ് എഡ്ജ് പ്രിപ്പറേഷൻ. ജോയിൻസ് ആർ പ്രിപ്പയർഡ് ടു വെൽഡ് മെറ്റൽസ് ആർ ലെസ് കോസ്റ്റ്. കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ദ പ്രിപ്പറേഷൻ ഓഫ് എഡ്ജസ് ആർ ആൾസോ നെസസറി പ്രയർ ടു വെൽഡിങ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദ റിക്വയർഡ് സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ്. ഇങ്ങനെ ജോയിൻറ്റ് കറക്റ്റായിട്ട്
എഡ്ജ് പ്രിപ്പയർ ചെയ്യാൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ള സ്ട്രെങ്ത് ആ മെറ്റൽ ജോയിൻറ്റിന് കിട്ടുകയുള്ളൂ. ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഫോർ ദി എഡ്ജ് പ്രിപ്പറേഷൻ. താഴെ പറയുന്ന കാര്യങ്ങൾ എഡ്ജ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ദി ജോയിനിങ് എഡ്ജസ് മേ ബി പ്രിപ്പയർഡ് ഫോർ വെൽഡിംഗ് ബൈ എനി വൺ ഓഫ് ദി മെത്തേഡ്സ് മെൻഷൻഡ് ബിലോ. താഴെ പറയുന്ന സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ ഒരു എഡ്ജ് പ്രിപ്പറേഷൻ പല രീതിയിൽ നമ്മൾ ചെയ്യാം. ഏതൊക്കെ രീതിയിൽ നമുക്ക് എഡ്ജ് പ്രിപ്പയർ ചെയ്യാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഫ്ലെയിം കട്ടിങ്. നമുക്ക് ഓക്സിജൻ അസറ്റിലിങ് ഫ്ലെയിം ഉപയോഗിച്ച് ഒരു ഭാഗം ചെരിച്ച് കട്ട് ചെയ്ത് കളയാം. മെഷീൻ ടൂൾ കട്ടിങ്. നമുക്ക് ഏതെങ്കിലും മെഷീൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഗ്രൈൻഡ് ചെയ്തിട്ടൊക്കെ നമുക്കൊരു ഭാഗം ചെരിച്ച് കളയാം. മെഷീൻ ഗ്രൈൻഡിങ്, ഹാൻഡ് ഗ്രൈൻഡിങ്. മെഷീൻ ഗ്രൈൻഡിങ് ചെയ്തോ ഹാൻഡ് ഗ്രൈൻഡ് ചെയ്തൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഫയലിംഗ്, ചിപ്പിങ്. ഫയൽ ചെയ്തിട്ട് നമുക്ക് ചെരിക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ചിപ്പ് ചെയ്ത് ചെരിക്കാം. ഓക്കെ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് എഡ്ജ് പ്രിപ്പറേഷൻ സെറ്റപ്പ്. എഡ്ജ് പ്രിപ്പറേഷൻ നമ്മൾ പല രൂപത്തിൽ ചെയ്യാറുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് എഡ്ജ് പ്രിപ്പറേഷൻസ് ജനറലി യൂസ്ഡ് ഇൻ ആർക്ക് വെൽഡിങ് ഷോൺ ഫിഗർ. ഇടതുഭാഗത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് പലതരം പ്രിപ്പറേഷൻ. അത് രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് കാണാം ഫ്ലാഞ്ച് ബട്ട്. ചേർത്ത് വെച്ച് ചെയ്യുന്നതാണ് ഫ്ലാഞ്ച് ബട്ട്. സ്ക്വയർ ബട്ട്. സ്ക്വയറായിട്ട് ഗ്യാപ്പ് കൊടുത്ത് ചെയ്യുന്നു. സിംഗിൾ വി ബട്ട്. അതിൻ്റെ ഷീറ്റിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം ചരിക്കുന്നു. സിംഗിൾ യു ബട്ട്. യു ഷേപ്പിൽ ചരിക്കുന്നു. ഡബിൾ വി ബട്ട്. ഷീറ്റിൻ്റെ പ്ലേറ്റിൻ്റെ മുകളിലും താഴെയും ചരിക്കുന്നു വി ഷേപ്പിൽ. ഡബിൾ യു ബട്ട്. യു ഷേപ്പിൽ മുകളിലും താഴെയും ചെയ്യുന്നു. അടുത്തത് സിംഗിൾ ബെവൽ ബട്ട്. സിംഗിൾ ബെവൽ ബട്ട് എന്നാൽ ഒരു ഭാഗം മാത്രം ചരിക്കുന്നു. അതിന് താഴെ ശ്രദ്ധിക്കുക. ഡബിൾ ബെവൽ ബട്ട്. മുകളിലും താഴെയും ചരിക്കുന്നു. 45 ഡിഗ്രി ആംഗിളിലാണ് ചരിക്കാറ്. അതിൻ്റെ വലതുവശം നോക്കുക. സിംഗിൾ ജെ ബട്ട്. ഒരു ജെ ഷേപ്പിലാണ് ചരിക്കുന്നത്. ഡബിൾ ജെ ബട്ട്. മുകളിലും താഴെയും ജെ ഷേപ്പിൽ ചരിക്കുന്നു. അടുത്തത് ടി ഫില്ലറ്റ്. ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ച് വേറെ പ്ലേറ്റ് വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ടി ഷേപ്പിൽ ആകൃതിയിൽ വെൽഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതാണ് ടി ഫില്ലറ്റ് എന്ന് പറയാം. അവിടെ നമുക്ക് സാധാരണ റൂട്ട് ഗ്യാപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ട് സൈഡിൽ ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. ലാപ്പ് ഫില്ലറ്റ്. ലാപ്പ് ഫില്ലറ്റ് രണ്ടാമത് ശ്രദ്ധിക്കുക. അതിന് മുകളിൽ ആ ഗ്യാപ്പിൽ ചെയ്താൽ മതി. കോർണർ ഫില്ലറ്റ് ശ്രദ്ധിക്കുക. അതൊക്കെ പല തരത്തിലുള്ള എഡ്ജ് ജോയിൻ്റാണ്. പിന്നെ സിംഗിൾ ബെവൽ ഫില്ലറ്റ്. ഒരു ഭാഗം മാത്രം ചരിക്കുന്നു. ഡബിൾ വിവൽ. രണ്ട് ഭാഗവും ചരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ എഡ്ജ് പ്രിപ്പറേഷൻ്റെ മെത്തേഡാണ് പറഞ്ഞു വന്നത്. അടുത്തത് ബേസിക് വെൽഡിംഗ് ജോയിൻറ്റ്സ് ആൻഡ് പൊസിഷൻ. സാധാരണ രീതിയിൽ പല രൂപത്തിൽ നമുക്ക് വെൽഡിങ് ചെയ്യാറുണ്ട്. പ്രധാനമായിട്ട് ഉള്ള പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് ചെയ്യുന്നത് ദ ഫോളോയിങ് ആർ ദ ബേസിക് വെൽഡിംഗ് ജോയിൻറ്റ്. വെൽഡിംഗ് ജോയിൻറ്റുകൾ പ്രധാനമായി ഏതൊക്കെ തരത്തിലാണെന്ന് നോക്കാം. ഒന്ന് ബഡ് ജോയിൻറ്റ്, ലാപ്പ് ജോയിൻറ്റ്, ടി ജോയിൻറ്റ്, കോർണർ ജോയിൻറ്റ്, എഡ്ജ് ജോയിൻറ്റ്. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ആ ചിത്രം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഷീറ്റ് നമ്മൾ ചേർത്ത് വെച്ച് ചെയ്യുന്നത് ബഡ് ജോയിൻറ്റ് പറയുന്നു. ഒരു ഷീറ്റിൻ്റെ മുകളിൽ വേറെ ഷീറ്റ് കയറ്റി വെച്ച് ചെയ്യുന്നത് ലാപ്പ് ജോയിൻറ്റ് പറയുന്നു. ഒരു ഷീറ്റിൻ്റെ മുകളിൽ വേറെ ഷീറ്റ് വെച്ച് ചെയ്യുന്നത് ടി ജോയിൻറ്റ് പറയുന്നു. ഒരു ഷീറ്റിൻ്റെ ക്രോസ് വെച്ചിട്ട് ആ കോർണർ മാത്രം വെൽഡ് ചെയ്യുന്നത് കോർണർ ജോയിൻറ്റ് പറയുന്നു. രണ്ട് ഷീറ്റ് അടുത്തടുത്ത് വെച്ച് ചെയ്യുന്നത് എഡ്ജ് ജോയിൻറ്റ് പറയുന്നു. ക്ലിയർ ആണെന്ന് കരുതുന്നു. ദി അബൌട്ട് ടൈപ്സ് ഓഫ് ഇൻഡിക്കേറ്റ് ദ ഷേപ്പ് ഓഫ് ദി ജോയിൻറ്റ്സ് ആൻഡ് ഹൗ ദ ജോയിനിങ് എഡ്ജസ് പാർട്സ് ആർ പ്ലേസ്ഡ് ടുഗദർ. ഇങ്ങനെ ഒരു ഷേപ്പിൽ വെക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഷീറ്റ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് അത് നോക്കിയാൽ അറിയാൻ പറ്റും. ജോയിൻറ്റ് ഡിസൈൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഫാബ്രിക്കേഷൻ വർക്ക്. ഈ ജോയിൻറ്റ് ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫാബ്രിക്കേഷൻ വർക്കിൽ. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് ബേസിക് വെൽഡിംഗ് പൊസിഷൻ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ബേസിക് വെൽഡിംഗ് പൊസിഷൻ നമുക്ക് എങ്ങനെയൊക്കെ ഒരു വെൽഡിങ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നമുക്കൊന്നുകിൽ ഒരു രണ്ട് ഷീറ്റ് തമ്മിൽ ഒരു മേശേൻ്റെ മുകളിൽ വെച്ചിട്ട് അത് വെൽഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരു ചുമരിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് ചാരി വെച്ച അവസ്ഥയാണ് കരുതാം. അപ്പോൾ അങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഇനി ഒരു ചുമരിൻ്റെ മുകളിൽ ഇടതുവശത്ത് നിന്ന് വലത്തോട്ട് നമ്മൾ വെൽഡ് ചെയ്യണമെന്ന് കരുതാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ തലയ്ക്ക് മുകളിൽ മേൽക്കൂരയൊക്കെ ചെയ്യുന്നുണ്ട്, അതൊന്നും ചെയ്യുന്നുണ്ട്. അതൊക്കെ വേറെ തരം പൊസിഷൻസാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ബേസിക് വെൽഡിംഗ് പൊസിഷൻ. താഴെ പറയുന്നതാണ് പ്രധാന പൊസിഷൻസ്. ഒന്ന് ഫ്ലാറ്റ് ഓർ ഡൗൺ ഹാൻഡ് വെൽഡിംഗ്. നമ്മൾ സാധാരണ ഒരു മേശൻ്റെ മുകളിൽ വെച്ച് ചെയ്യുന്നതാണ് ഫ്ലാറ്റ് വെൽഡ് എന്ന് പറഞ്ഞത്. ആ ചിത്രം ശ്രദ്ധിക്കുക. ഫ്ലാറ്റ് വെൽഡിങ് ചിത്രം ശ്രദ്ധിക്കുക. അടുത്ത് ഹൊറിസോണ്ടൽ പൊസിഷൻ.
താഴെയുള്ള താഴെ ഇടതുവശത്ത് കാണുന്ന ചിത്രം ശ്രദ്ധിക്കുക. ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ഷേപ്പിലാണ് വെൽഡിങ് ചെയ്യുന്നത്. അടുത്ത് വെർട്ടിക്കൽ പൊസിഷൻ. ചിത്രം നോക്കി അറിയാൻ പറ്റും. താഴെ നിന്ന് മുകളിലേക്ക് വെൽഡ് ചെയ്ത് പോകുന്നതാണ് വെർട്ടിക്കൽ പൊസിഷൻ. അടുത്ത് ഓവർ ഹെഡ് പൊസിഷൻ. തലയ്ക്ക് മുകളിൽ തലയ്ക്ക് മുകളിൽ ചെയ്യുന്ന മേൽക്കൂരകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അടിയിൽ നിന്ന് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിനാണ് ഓവർ ഹെഡ് പൊസിഷൻ എന്ന് പറയുന്നത്. വെൽഡിംഗ് ആക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ മോൾട്ടൺ പൂൾ ഫോംഡ് ബൈ ദ വെൽഡിംഗ് ജോയിൻറ്റ് വെൽഡിംഗ് ലൈൻ. ഏതായാലും ഈ വെൽഡിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ വെൽഡ് ചെയ്ത ആ ഭാഗം ശരിക്കും അവിടെ നിർത്തണം. അതിനാണ് നമുക്ക് വെൽഡിംഗ് ലൈൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ തരം പൊസിഷനും നമുക്ക് വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസിക് വെൽഡിംഗ് ജോയിൻറ്റിനെ കുറിച്ചാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക്സ്.